ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ ദേവനിധിയുടെ അമ്മയുടെ കട റോഷ്നീസിൽ നിൽക്കുവാണ്. ഐ കെയിം ടു ഡു മൈ ഹെയർ. പിന്നെ നോസിയുടെ ഹൽദിയാണ്. ആസ് യൂഷ്വൽ നമ്മുടെ വീട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും വന്നു. രാവിലെ മെഹന്തി അത് ഇത് എല്ലാം കൂടെ ആയിട്ടും ഒട്ടും സമയം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഹെയർ നല്ല നീറ്റായിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ചെയ്താൽ അങ്ങനെ വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഡ്രസ്സൊക്കെ കാണിക്കണം എന്നുള്ളൂ, പക്ഷേ ഞാൻ ഫുൾ റെഡി ആയിട്ട് കാണിക്കുന്നതല്ല, ഫുൾ ഗെറ്റപ്പിൽ കാണാൻ പറ്റും. സോ ഹെയർ പ്ലാനിങ് ടു ഡു സിമ്പിൾ ഹെയർ സ്റ്റൈൽ. മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് കുറച്ചെടുത്ത് ബാക്കിൽ വെച്ചിട്ട് പൂ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതും ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഇപ്പം എൻ്റെ മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ 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 ചെയ്യുന്നത് പോലെ അതിൻ്റെ അർത്ഥം അതിൻ്റെ ക്രിമ്പ് ചെയ്യാം. കുറച്ച് വോളിയം കിട്ടുന്ന രീതിയിലാണ് സ്ട്രെയിറ്റൻ ചെയ്യുന്നത്. എൻ്റെ മുടി തീരെ വോളിയം ഇല്ല. ഇപ്പോൾ കുറച്ച് വോളിയം ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ ഒരു വൈബുണ്ട്. ഓൾമോസ്റ്റ് ഡണ്ണാണ്. ദേവൻ പറയുന്നത് നല്ല രസമുണ്ട് കാണാൻ. ലോങ് ഹെയർ, വെരി വൃത്തി. ഒറിജിനൽ ലോങ് നെയിൽസ്, ഒറിജിനൽ ലോങ് നെയിൽസ് കാണി. ഒറിജിനൽ ആണ് ഇഷ്ടം. പാൻറ് എന്തൊരു വെറൈറ്റി രീതിയിൽ എനിക്ക് പൂ വെച്ച് തരണം. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് നൈസ്. എനിക്ക് ഓറഞ്ച് പൂവിന്റെ ആ പെറ്റൽസ് എവിടെയെങ്കിലും ഒന്ന് വെക്കണമായിരുന്നു. നല്ല രീതിയിൽ വെച്ച് തന്നു. സോ അവരൊക്കെ ഇറങ്ങി വീട്ടിൽ നിന്ന് അമ്മേനെ വിളിച്ച് കൊല്ലുന്നു. അതെന്റെ ഈ പൂ എന്ത് ചെയ്യണം? എന്റെ ഇവിടെ വെച്ചിരുന്നാൽ മതിയോ? ഫൈനൽ ലുക്ക്. എന്റെ ഷോള് കാറിലാണ്. അവിടെ എത്തിയിട്ട് ഫൈനൽ ലുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് മുടി 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 നന്ദി നമുക്ക് ചോദിച്ചത് എക്സ്റ്റൻഷൻ ആണോ? അപ്പൊ ഞാൻ ആദ്യമായിട്ട് പവർ ഇല്ലാത്ത കളർ ലെൻസ് വെക്കുന്നത് ഒരു ഡിഫറെന്റ് ഫീൽ തന്നെയാണ്. ആന്റി ബൈ, താങ്ക് യു ഫോർ ദ ഹെയർ. ഓക്കെ ബൈ. ഇല്ല, ഞാനും വരണം. വീഡിയോഗ്രാഫർ വേറെ സ്റ്റാർ വന്നിട്ട് എഡ്യൂക്കേഷണൽ സ്റ്റാർ, എഡ്യൂക്കേഷണൽ റോക്ക് സ്റ്റാർ. വെരി പ്രിറ്റി. Turn left to Anwela Service Road, then turn right onto Anwela Service Road. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സ്ട്രെസ് ആയിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല. In 300 meters, കുറച്ചധികം ലേറ്റ് ആയി. അതുകൊണ്ട് പരിപാടിയൊക്കെ തുടങ്ങി. അച്ഛൻ എന്നെയാണെന്നൊന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ഒരു സൈഡിൽ കൂടെ ഞാൻ പോലും നിൽക്കാം മൂലയില്. ഭയങ്കര ലെൻസൊക്കെ വെച്ച് പൊള്ളിയായിട്ട് വന്നേക്കുവാണ്.
ചോദിച്ച് ലെൻസ് ഊരണോന്ന്. ഞാൻ പറയും വേണ്ട, ഇറ്റ് ലുക്സ് നൈസ്. ഇവിടെ എത്തിയിട്ട് എനിക്ക് വ്ളോഗ് തീരെ എടുക്കാൻ പറ്റിയില്ല. കാരണം മെയിൻലി സോങ്സ് ബാക്കിലുണ്ടായിരുന്നു. വരാൻ പറഞ്ഞില്ലല്ലോ ഫ്രെയിമില്. അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഒട്ടും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ലൈറ്റ് പോവും, ലൈറ്റ് പോയിട്ട് പിന്നെ എടുത്തിട്ട് കാര്യമല്ലോ. എന്താ നിങ്ങൾ ചെയ്യുന്നത്? വന്നോ? ആദ്യം എത്തിയത് വെന്യൂല് അല്ല, ഇയാള് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആണ് നമ്മൾ എത്തിയത്. അതെ, പരിപാടി തീർന്നിട്ടാണ് ഇയാൾ എത്തിയത്. നമുക്ക് ഫോട്ടോ എടുക്കാം. എല്ലാവരും നല്ല സ്മൈൽ ചെയ്ത് നോക്കണം. ഇന്ന് ഓസിയുടെ ഒരു ഭാഗ്യം തന്നെ പറയാം. നല്ല ലൈറ്റിംഗ് ആയിരുന്നു. ഇടയ്ക്കൊന്ന് മഴ പെയ്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ തോന്നുന്നു. ഒരു നല്ല സൺസെറ്റും കിട്ടി. പോയി ഇന്നലെ വരെ ഭയങ്കര മഴയായിരുന്നു. സോ ഷി വാസ് ക്വൈറ്റ് ലക്കി. എൻ്റെ ലെൻസിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഇനി ഫോട്ടോസ് വരുമ്പോൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുമെന്ന്. കാരണം ചിലർ പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, ചിലർ പറഞ്ഞു നല്ല കോമഡി ആയിട്ടുണ്ട്. അമ്മു പറഞ്ഞു പൂച്ചേനെ പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് എനിക്ക് പൂച്ചകളെ ഇഷ്ടമായിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് പൂച്ചകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബോറാണെങ്കിൽ ബോറാണെന്ന് കമൻറ്റ് ചെയ്യണം, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് കമൻറ്റ് ചെയ്യണം. സോ അവിടെ ഗെയിംസ് ഒക്കെ തുടങ്ങി. എന്താണ് ഗെയിംസ് എന്നറിയില്ല. നമ്മളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ അതോ ഓസിയും അശ്വിനും മാത്രമാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താണോ എന്തോ ഗെയിം നോക്കട്ടെ. വടംവലിയുണ്ടോ? ദൈവമേ, എനിക്ക് പാടാറിയിട്ടില്ല. വായിച്ചാലും മതി. എനിക്ക് സത്യമായിട്ടും പാടാറിയിട്ടില്ല. പാടണ്ട, വായിച്ചാലും മതി. പറഞ്ഞാൽ സ്ട്രെസ്സായി. I don't know any songs any better than മുടിയടിക്കും നോക്ക് വെള്ളിക്കും തുള്ളിത്തുളുമ്പുന്ന ചീല്. ഇതാണ് പാട്ട് അറിയില്ല എന്ന് പറഞ്ഞ ആള് കേട്ടോ. കിഷോർ അവിടെ നിന്ന് പറഞ്ഞില്ല എന്ന് ഞാനും വിചാരിച്ചല്ലോ പാട്ട് അറിയില്ല. ഞാൻ പോവില്ല. ഞാൻ വരുന്ന എല്ലാ ഷോട്ടും അശ്വിന് വേണമെങ്കിൽ എടുത്ത് പോക്കാം. അത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ലൈക്ക് ആ ക്ലോത്ത്സ്, ഷൂസ് ആൻഡ് എവറിത്തിങ്. എന്റെ നെയിൽസ് വല്ലതും ഇളകിപ്പോയി ഞാൻ ലെറ്റ്സ് ഗോ വാച്ച് ദ വൺ. നല്ല മ്യൂസിക് ഇടാവോ? കം. പാട്ടിട്ടോ നല്ല വൈബ് പാട്ടിട്ടോ. ഹായ്, ശരിക്കും വലിക്കല്ലേ, നഖം ഇളകിപ്പോവും. മായി നല്ല പോലെ വലിക്കണേ. തോക്കരുത്.
ജയിക്കാം. Everyone, Lian so strong. Thank you. കാരണമാണ് ഇപ്പൊ ജയിച്ചതല്ലേ? ലിയാന്റെ ഐശ്വര്യം കാരണമാണ് നമ്മൾ ജയിച്ചേ. സമരയിൽ വെച്ച് സംഗീതിന് പച്ച ഉടുപ്പൊക്കെ ഇട്ട് ഇതിനേക്കാൾ വലിയ സെറ്റപ്പിൽ നമുക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കാം അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും നാളത്തെ സംഗീതിനെ കുറിച്ച് എക്സൈറ്റഡ് ആണോ? I would like to thank the DJ full vibe സെറ്റ് ആക്കി തന്നേന്. ആൻഡ് ഇന്നിവിടെ മഞ്ഞ കളറും പിങ്ക് കളറും ഓറഞ്ച് കളറും ഉടുപ്പൊക്കെ ഇട്ട് പക്ക വൈബിൽ വന്ന് മഴയൊക്കെ പെയ്തെങ്കിലും ജോളി ആയിട്ട് നിന്ന് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഓഫ്കോഴ്സ് താജ് ഗ്രീൻ കോവിനോട് പ്രത്യേകിച്ച് നന്ദി എടുത്ത് പറയേണ്ട ആവശ്യമില്ല അല്ലേ? ബിക്കോസ് ലൈക്ക് താജ് ഗ്രീൻ കോവ് ഇസ് ലൈക്ക് ഫാമിലി. ബട്ട് എനിവേസ് അപ്പൊ ദിയയുടെ ടീം എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അശ്വിന്റെ ടീം എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോവാം. പോകുന്ന വഴി ഇരുട്ടായിരിക്കാം, അതുകൊണ്ട് ഫോണിന്റെ ടോർച്ച് ഒക്കെ ഇട്ട് പൊക്കിയോളൂ. പാമ്പൊക്കെ കടിച്ചാൽ പിന്നെ ആകെ പ്രശ്നമായി പോകല്ലോ. അപ്പൊ ഓക്കെ ഗൈസ്, താങ്ക് യു, ബൈ, സീ യു അറ്റ് ദ സംഗീത്. അങ്ങനെ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. ഇന്ന് ഓസിയുടെ കുറച്ച് ഫ്രണ്ട്സും ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുവാണ്, കുറച്ച് അടിച്ച് പൊളിക്കാനൊക്കെ. അപ്പൊ ഈ ഹോട്ടലിലായിരിക്കും എൻ്റെ മെഹന്തി ആർട്ടിസ്റ്റ് വന്ന് മെഹന്തി ഇടുന്നതും എനിക്കും അമ്മൂനും ഒരേ ആൾ തന്നെ ഇടുന്നത്. അപ്പൊ ഇനി അതിന്റെ കലാപരിപാടി സൗണ്ട് പോയല്ലേ കുറച്ച് നല്ല പോയി. ബിക്കോസ് എനിക്ക് ഓൾറെഡി തൊണ്ടവേദന. അതിന്റെ കൂടെ നമ്മളൊരു പാക്കറ്റ് ഓഫ് മെഡിസിൻസ് വാങ്ങിച്ചുകൊണ്ടാ കൊണ്ടുവന്നത്. ഇനി ഇവിടെ ഒരു അലമ്പായിരിക്കും. അതെ, നാളെയാണ് അടുത്ത സംഗീത് പരിപാടി, പിന്നെയാണ് കല്യാണം. ഇനി ഒരു നേരെ അങ്ങോട്ട് പരിപാടിയാണ്.
അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ ആയിരുന്നു എത്തിയത്. സെക്കൻഡ് തിങ് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. മഴ പെയ്തു ഇടയ്ക്ക്. ബട്ട് ഇറ്റ് വാസ് എ ഫൺ പരിപാടി. നിങ്ങൾ വ്ളോഗിൽ കാണുമ്പോൾ തോന്നുന്ന കാട്ടിലും ഫണ്ണായിരുന്നു. സോ യാ, ദിസ് വാസ് മൈ അല്ല ഓസീസ് ഹൽദി വീഡിയോ, മൈ പോയിന്റ് ഓഫ് വ്യൂ. അടുത്ത സംഗീതമായിരിക്കും. അപ്പോൾ ടാറ്റ, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.